ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിന് തിരിച്ചടി. രഞ്ജിത്തിനെ തിങ്കളാഴ്ച 4 മണിവരെ എറണാകുളം CJM കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ജാമ്യാപേക്ഷ ചൊവ്വാഴ്ചയാണ് പരിഗണിക്കുക. അതിനിടെ കുറ്റകൃത്യം നടന്ന കാരവൻ ചെങ്ങന്നൂരിൽ നിന്നും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ഇപ്പോൾ രഞ്ജിത്തിന് കോടതിയിൽ തിരിച്ചടിയാണ്. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന കാരവൻ ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ അന്വേഷണത്തിൽ അടുത്ത നടപടി എന്താണ്? സ്മൃതി, 3 ദിവസത്തേക്കാണ് രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഈ കസ്റ്റഡി അപേക്ഷയിൽ പ്രധാനമായ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടിയത് ഈ കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. ഇതോടൊപ്പം തന്നെ ഈ കൃത്യം നടന്ന കാരവാനിലെത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. ഇത് അംഗീകരിച്ച്, ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ പ്രതിഭാഗം ഇതിനെ എതിർത്തിരുന്നു. പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയ കാര്യം ഈ രഞ്ജിത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇതിന് പുറമെ തന്നെ സുപ്രീം കോടതി കൂടെ വിധിയുണ്ട്. അതായത് 7 വർഷത്തിന് താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് അറസ്റ്റ് മാൻഡേറ്ററി അല്ല എന്നുള്ളതാണ് സുപ്രീം കോടതി വിധി. അങ്ങനെ ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റ് എന്നുള്ള കാര്യമാണ് പ്രതിഭാഗം വാദിച്ചത്. പക്ഷേ പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. എന്തായാലും സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട തെളിവായ കാരവാൻ ഇപ്പോൾ പോലീസിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് 2 കാരവാനുകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. 2 കാരവാനുകൾ പിടിച്ചെടുക്കാൻ കാരണം ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ 2 കാരവാനുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ കൊച്ചിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ രഞ്ജിത്തിനെ ഈ കാരവാനിലെത്തിച്ച് തെളിവെടുക്കും. ശരി, SS ശരനാണ് വിവരങ്ങൾ നൽകിയത്.